തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ നല്ല വിജയങ്ങളൊക്കെ നേടുന്നുണ്ടെങ്കിലും ബി നേതാക്കളുടെ തൊഴുത്തിക്കുത്ത് സ്വഭാവത്തിന് യാതൊരുവിധ മാറ്റവും ഇല്ലാതെ തന്നെ തുടരുകയാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ വലിയ വിജയങ്ങൾ നേടിക്കൊണ്ട് രാജ്യത്തെ ഭരണകക്ഷിയായ ബി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് തെക്കേയറ്റത്ത്, അതായത് നമ്മുടെ കേരളത്തിൽ ബി നേതാക്കളുടെ തമ്മിലടി സഹിക്കെടുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ബി പോലെ തരം താണ ഒരു പാർട്ടി ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. ഓരോ ദിവസവും ഓരോ നേതാക്കന്മാർക്കെതിരായി പലതരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കകത്ത് നടക്കുന്ന ഗ്രൂപ്പ് പോരുകൾ മാത്രമല്ല, നേതാക്കന്മാർക്കിടയിൽ വ്യാപകമായി കടന്നുകൂടിയിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകളും തിരിമറികളും കൂടി പാർട്ടിയെ വല്ലാതെ തളർത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ കേരളത്തിലെ അധ്യക്ഷനായ കെ സുരേന്ദ്രൻ വരെ സാമ്പത്തിക തിരിമറിയുടെയും കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും കേസുകളിൽ കുറ്റക്കാരനായി നിൽക്കുകയാണ്. ഇതിനിടയിലാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പേരിൽ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായ സംഘർഷങ്ങൾ. പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മാത്രമല്ല, പാർട്ടി പ്രസിഡന്റിന് നേരെ വരെ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ബി ഘടകത്തിന്റെ നേതൃയോഗം കൊച്ചിയിൽ ചേർന്നത്. പാർട്ടിയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നും എല്ലാ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വ്യാജ വാർത്തകളാണ് എന്നും വലിയ ക്ഷോഭത്തോടു കൂടി പാർട്ടി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞുവെങ്കിലും യോഗം അവസാനിക്കുമ്പോൾ വരെ ഈ യോഗത്തിലേക്ക് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും സംസ്ഥാന ഭാരവാഹികളുമായ കൃഷ്ണദാസും MG രമേശും AN രാധാകൃഷ്ണനും എത്തിച്ചേർന്നില്ല എന്നത് യോഗത്തിന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നതായി മാറി. സുരേന്ദ്രൻ പാർട്ടിയിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുവെങ്കിലും യോഗം അതല്ല വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടിയിൽ ശക്തമായ ഗ്രൂപ്പ് പോരുകൾ തുടരുന്നു എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. സംസ്ഥാന നേതാക്കന്മാർ പരസ്പരം തമ്മിൽ തെല്ലുമ്പോഴാണ് പാർട്ടിയുടെ വയനാട് ജില്ലയിലെ മുൻ പ്രസിഡന്റ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു എന്ന വാർത്ത പുറത്തു വന്നത്. ഇതേസമയം പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരുന്ന ബി എന്ന പാർട്ടിയുടെ കൗൺസിലർമാർക്ക് ഇടയിൽ തന്നെ വലിയ തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. കൗൺസിൽ യോഗത്തിൽ ബി അംഗങ്ങൾ ചേരിതിരിഞ്ഞ് തർക്കിക്കുന്ന ദൃശ്യങ്ങൾ പോലും പുറത്തു വരികയുണ്ടായി. മാത്രവുമല്ല, അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബി കൗൺസിലർമാരിൽ ഭൂരിഭാഗം പേരും ബി നിന്നും രാജിവെക്കുമെന്ന വാർത്തയും പുറത്തു വരുന്നു. ഇത്തരത്തിൽ രാജിവെക്കുന്ന കൗൺസിലർമാർ കോൺഗ്രസ് പാർട്ടിയിൽ ചേരുമെന്ന ഊഹാപോഹങ്ങൾ പോലും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച വയനാട് ജില്ലയുടെ മുൻ പ്രസിഡന്റ് മധുവിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാക്കളും അടുത്തിടയ്ക്ക് ബി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും അതിനോട് അടുത്ത അവസരങ്ങളിലും കേരളത്തിലെ ബി നേതാക്കൾക്കിടയിൽ കടുത്ത ഭിന്നതകൾ തുടർന്നു വരികയായിരുന്നു. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പേരിൽ ഉയർന്നു വന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അടക്കമുള്ള സംഭവങ്ങളിലും തർക്കങ്ങൾ രൂക്ഷമായി തന്നെ തുടരുന്നു. ഇതിനിടയിലാണ് മുതിർന്ന നേതാവായ ശോഭാ സുരേന്ദ്രൻ വലിയ പ്രതിഷേധവുമായി പരസ്യ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുരേന്ദ്രൻ പക്ഷം ശോഭാ സുരേന്ദ്രനെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും നിരന്തരം പുറത്തു വരികയാണ്. ഇതിലുള്ള ദേഷ്യമാണ് ശോഭാ സുരേന്ദ്രൻ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നത്. ഏതായാലും കേരളത്തിലെ ബി പാർട്ടി ഘടകത്തിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള തർക്കങ്ങൾ സംസ്ഥാന നേതാക്കളെ അടക്കം നിരാശയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുതിർന്ന ചില നേതാക്കൾ ബി നിന്നും രാജിവെക്കുന്നത് ആലോചിക്കുന്നതുമുണ്ട്. ഇത്തരത്തിൽ രാജിവെക്കുന്നവർ ബി സജീവ പങ്കാളിത്തം ഒഴിവാക്കി RSS പ്രവർത്തനങ്ങളുമായി ഒതുങ്ങുന്നതിന് തീരുമാനിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു ചിലരാകട്ടെ കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നതിനുള്ള ആലോചനയും നടത്തുന്നുണ്ട്. ദേശീയ തലത്തിൽ ബി ശക്തിപ്പെടുന്നുണ്ട് എങ്കിലും കേരളത്തിലെ കഴിഞ്ഞ 25 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ തക്കതായ മുന്നേറ്റം കൊണ്ടുവരാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ചർച്ചയായി മാറുന്നു. കേരള നേതാക്കളുടെ ഐക്യമില്ലായ്മയാണ് പലപ്പോഴും പാർട്ടിയെ പിറകോട്ട് വലിപ്പിച്ചത് എന്ന വിലയിരുത്തലുമുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ മുൻകാലങ്ങളിലെ പല പ്രസിഡന്റുമാരും മറ്റു മുതിർന്ന നേതാക്കളെ തഴയുന്ന ശൈലിയാണ് തുടർന്നു വന്നത് എന്ന വിലയിരുത്തലും നേതാക്കളിൽ തന്നെ ഉണ്ട്. എന്തായാലും ദേശീയ തലത്തിൽ മറ്റു പല പാർട്ടികളിൽ നിന്നും ബി എന്ന പാർട്ടിയിലേക്ക് നേതാക്കൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം ബി നേതാക്കൾ പാർട്ടി വിട്ടു പോകുന്നു എന്നത് ഒരു വിരോധാഭാസമായി തന്നെ നിലനിൽക്കുകയാണ്.